നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപികയായതോടെയാണ് വടകര സ്വദേശി കെ ജിഷയ്ക്ക് ട്രെയിൻ യാത്ര ജീവിതത്തിന്റെ ഭാഗമായത്. ദിവസേനയുള്ള ട്രെയിൻ യാത്രയുടെ വിരസതയകറ്റാൻ കൂട്ടുപിടിച്ചത് വായനയും. യാത്രയും വായനയുമെല്ലാം കൂടിച്ചേർന്ന ജീവിതം ഒടുവിൽ എത്തിച്ചേർന്നത് കവിത എഴുത്തിലേക്ക്. കാണാം വായനാ ദിനത്തിൽ ജിഷ ടീച്ചറുടെ വിശേഷങ്ങൾ. യാത്രക്കിടെ കാഴ്ചകളും അനുഭവങ്ങളും അക്ഷരങ്ങളിൽ പകർത്തിയായിരുന്നു കെ ജിഷ ടീച്ചറുടെ തുടക്കം. ഇത് എഴുത്തിലേക്കുള്ള വഴി തുറന്നു. ഇത് പലപ്പോഴും പുസ്തകച്ചട്ടകളിൽ അല്ലെങ്കിൽ ഡയറിത്താളുകളിൽ ഒതുങ്ങി. പാസഞ്ചറിലെ പൊന്മണം എന്ന കവിതയിൽ ട്രെയിൻ യാത്രയിലെ കാഴ്ചകൾ പകർത്തി. സാമൂഹ്യ വിമർശനങ്ങളും സമകാലീന സംഭവങ്ങളും ഈ രചനയ്ക്ക് ഹേതുവായി. കോവിഡ് കാലത്ത് കവിതകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ കൂടുതൽ വായനക്കാരിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞു. വളരെ ആകസ്മികമായിട്ടാണ് എഴുത്തിലേക്ക് വരുന്നത്. കുട്ടിക്കാലത്ത് വായന ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും 40കളിലാണ് എഴുതി തുടങ്ങിയത്. ഇവിടുന്ന് വിവാഹശേഷം ബംഗാളിലേക്ക് ഹസ്ബൻഡിന്റെ കൂടെ പോവുകയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ PSC കിട്ടുകയും അവിടെ ജോലി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഒരു അറിയപ്പെടാത്ത ഒരു ഭാഷയുടെ ഇടയിൽ കുറെ ആളുകളുടെ ഇടയിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. വല്ലാത്തൊരു ഒറ്റപ്പെടലൊക്കെ തോന്നും. അപ്പോൾ അവിടെ ഒരുപാട് ലെഷർ ടൈം കിട്ടിയിരുന്നു. അത് എനിക്ക് ഒരുപാട് വായനയിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അത് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ കേരള PSC കിട്ടുന്നതും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതും. അപ്പോൾ വടകരയിൽ നിന്ന് തിരൂർ വരെയുള്ള യാത്ര തീവണ്ടിയിലായിരുന്നു. അത് കാരണം തന്നെ ഒരുപാട് സമയം കിട്ടുമായിരുന്നു. രാവിലെ ഏകദേശം ഒരു 2.5 മണിക്കൂർ, അതേപോലെ തന്നെ വൈകുന്നേരവും ഒരു 2.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ദിവസവും ഒരു 10 വർഷത്തെ കാലത്തോളം യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ട്രെയിനിലാണ്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് കവിതകൾ എഴുതി വെക്കാൻ തോന്നിയത്. എഴുതി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ FB പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലാണ് അത് ഷെയർ ചെയ്തത്. ആ സമയത്ത് ഒരുപാട് ആളുകളുടെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഉണ്ടായി. എന്നെ തുടരെ കവിതകൾ എഴുതിക്കൊണ്ടേയിരുന്നു. അപ്പോൾ വെൽവിഷേഴ്സും പിന്നെ കൂടുതൽ അടുപ്പമുള്ള ആൾക്കാരൊക്കെ അതിനൊരു പുസ്തകമാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2020 പുസ്തകം എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. അതിൻ്റെ പേര് പാസഞ്ചറിലെ പെൺമണം എന്നാണ്. തീർച്ചയായിട്ടും പാസഞ്ചറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് യാത്ര ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അതിലുള്ള കുറേ കാഴ്ചകൾ ഉൾപ്പെടുത്തിയ ഒരു പോയം അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ കാലഘട്ടങ്ങളിൽ എഴുതി തുടങ്ങിയ ഒരുപാട് കവിതകളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് പാസഞ്ചറിലെ പെൺമണം എഴുതിയത്. അതിന് ഭാഗ്യവശാൽ സുഗതകുമാരിയുടെ സുഗതകുമാരി കവിതാ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. പിന്നീട് 2021 വീണ്ടും ഒരു പുസ്തകം ചെയ്തിരുന്നു. പൂർണ്ണ പബ്ലിക്കേഷൻസിന്റെ തുമ്പികളുടെ ശ്മശാനം എന്നാണ് അതിന്റെ പേര്. അതിനുശേഷവും പുസ്തകങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം പുസ്തകം ചെയ്യാമെന്ന് കരുതി. ഏകദേശം ഒരു 3-4 പുസ്തകങ്ങൾ ചെയ്യാനുള്ള കവിതകൾ ഉണ്ട്. ഈ വർഷം തീർച്ചയായിട്ടും ഒരു പുസ്തകം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ ട്രാൻസ്ലേഷൻ വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. പ്രവാസിയായ സൈനുദ്ദീൻ വെള്ളിയോടൻ എന്ന് പറയുന്ന ആളുടെ പെണ്ണച്ചി എന്ന വളരെ മനോഹരമായ ഒരു നോവൽ ഞാൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഷീ വുമൺ എന്നാണ് അതിൻ്റെ പേര്. അതേപോലെ തന്നെ ഷെമിലി ജോൺ എന്ന് പറയുന്ന അവരുടെ കവിതാ സമാഹാരമായ സോളിറ്റ്യൂഡ്, അത് ഇംഗ്ലീഷിലായിരുന്നു. അതിനെ മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഹെക്റ്റിക് ഷെഡ്യൂൾ കാരണം കൂടുതൽ വിവർത്തനം സാഹിത്യത്തിലേക്ക് കടന്നു ചെല്ലാൻ നല്ല പാടുണ്ടായിരുന്നു. കാരണം ഒരുപാട് സമയം ആവശ്യപ്പെടുന്ന ഒന്നാണത്. അതുകൊണ്ട് പിന്നീട് അതിലേക്ക് അത്ര ശ്രദ്ധ കൊടുത്തില്ല. വായനയിലും പിന്നെ കവിത തന്നെയാണ് ഞാൻ പലപ്പോഴും ഞാൻ തേടിപ്പിടിച്ച് വായിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കവിത തന്നെയാണ്. നോവലുകളും കഥകളും ഒക്കെ വായിക്കുമെങ്കിൽ പോലും കൂടുതൽ ഇഷ്ടം കവിത തന്നെയാണ്. അപ്പോൾ കോവിഡ് കാലത്താണ് കൂടുതൽ കവിതകൾ എഴുതാൻ കഴിഞ്ഞത്. കാരണം അതൊരു അതിജീവനത്തിന്റെ പ്രശ്നം കൂടി ആയതുകൊണ്ട് കവിതകളിലൂടെയാണ് അതിജീവനം സാധ്യമായത്. പിന്നീട് കുട്ടിക്കാലത്ത് നമുക്കുണ്ടായിരിക്കുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കുറേയേറെ അനുഭവങ്ങൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. ആ സമയത്തൊക്കെ കവിത ഒരു സേഫ്റ്റി വാൽവ് പോലെയായിരുന്നു. കവിത ഉള്ളത് കൊണ്ട് മാത്രം ഒരു വളരെ അന്തർമുഖിയായിട്ടുള്ള ഒരാളിൽ നിന്നും ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത്, അതിനൊരു കാരണം കവിത തന്നെയാണ്.
കുറേയധികം കവിതകൾ എഴുതിയപ്പോൾ പുതിയൊരു പുസ്തക രൂപത്തിൽ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായി. തുടർന്ന് ഒലീവ് ബുക്സാണ് ആദ്യ കവിതാ സമാഹാരം പാസഞ്ചറിലെ പെൺമണം പ്രസിദ്ധീകരിച്ചത്. 2022 ഈ പുസ്തകത്തിന് സുഗതകുമാരി കവിതാ പുരസ്കാരം ലഭിച്ചു. പൂർണ്ണ ബുക്സ് തുമ്പികളുടെ ശ്മശാനം കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചു. 2023 സബരിയുടെ രാമായണ കവിതാ പുരസ്കാരം കൂടി ലഭിച്ചു. കവിതാ രചനയ്ക്ക് പുറമെ ഇംഗ്ലീഷ് മലയാളം വിവർത്തകയുമായി. പ്രവാസിയായ വെള്ളിയോടൻ സൈനുദ്ദീൻ എഴുതിയ പെണ്ണച്ചി നോവൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ഷെമിലി ജോൺ എഴുതിയ സോളിറ്റ്യൂഡ് കവിതാ സമാഹാരവും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ന്യൂസ് തിരൂർ. ഏവിയേഷൻ, ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് 300-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ.